നമ്മുടെ ഈ ചാനൽ കാണുന്ന പുതിയ സുഹൃത്തുക്കൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. നമസ്കാരം. ഭാരതീയ വ്യോമസേനയുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു അധ്യായമായിരുന്നു വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാന്റെ തിരിച്ചുവരവ്. 2019 ഫെബ്രുവരി 27 ആകാശ യുദ്ധത്തിനിടെ പാകിസ്ഥാന്റെ പിടിയിലായ ഒരു ഇന്ത്യൻ പൈലറ്റ് വെറും 60 മണിക്കൂറിനുള്ളിൽ സുരക്ഷിതനായി വാഗ അതിർത്തി കടന്ന് ഇന്ത്യയിലെത്തി. ലോകരാജ്യങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തിയ ഇന്ത്യയുടെ ഈ നിർബന്ധിത നയതന്ത്രം എങ്ങനെയായിരുന്നു? അന്ന് അണിയറയിൽ നടന്ന നീക്കങ്ങൾ എന്തൊക്കെയായിരുന്നു? നമുക്ക് പരിശോധിക്കാം. പുൽവാമ ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ ബാലാക്കോട്ടിൽ നടത്തിയ വ്യോമാക്രമണം പാകിസ്ഥാനെ ഞെട്ടിച്ചിരുന്നു. ഇതിന് തിരിച്ചടി നൽകാൻ പാക് വ്യോമസേന ശ്രമിച്ചപ്പോഴാണ് അഭിനന്ദൻ വർത്തമാൻ നയിച്ച MiG-21 ബൈസൺ യുദ്ധവിമാനം അവരുടെ F-16 യുദ്ധവിമാനത്തെ വെടിവെച്ചിട്ടത്. എന്നാൽ ഈ പോരാട്ടത്തിനിടയിൽ അഭിനന്ദന്റെ വിമാനം തകരുകയും അദ്ദേഹം പാക് അധിനിവേശ കാശ്മീരിൽ പാരച്യൂട്ട് വഴി ഇറങ്ങേണ്ടി വരികയും ചെയ്തു. ശത്രുരാജ്യം കൈവശം വെച്ചിരിക്കുന്ന മണ്ണിൽ ഒരു ഇന്ത്യൻ സൈനികൻ തടവിലാക്കപ്പെട്ട നിമിഷം മുതൽ ഇന്ത്യയുടെ ഓരോ നീക്കവും അതീവ ജാഗ്രതയോടെയായിരുന്നു. അഭിനന്ദൻ വർത്തമാനെ ഒരു വിലപേശൽ വസ്തുവായി ഉപയോഗിക്കാനായിരുന്നു പാകിസ്ഥാന്റെ ആദ്യ ശ്രമം. എന്നാൽ ഇന്ത്യ ചർച്ചകൾക്ക് തയ്യാറായില്ല. പാകിസ്ഥാനിലെ മുൻ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ അജയ് ബിസാരിയ തന്റെ പുസ്തകത്തിൽ വെളിപ്പെടുത്തിയതുപോലെ ഇന്ത്യയുടെ നിലപാട് വ്യക്തമായിരുന്നു. അഭിനന്ദനെ ഉടൻ വിട്ടയക്കുക, അതിൽ കുറഞ്ഞതൊന്നും സ്വീകാര്യമല്ല. ഇന്ത്യ വെറും വാക്കുകൾ പറയുകയല്ലായിരുന്നു. 9 മിസൈലുകൾ പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങളെ ലക്ഷ്യമാക്കി ഇന്ത്യ സജ്ജമാക്കി വെച്ചിരുന്നു. റോ മേധാവിയും ISI മേധാവിയും തമ്മിലുള്ള രഹസ്യ ഫോൺ കോളുകളിൽ ഇന്ത്യയുടെ ഈ കർക്കശമായ നിലപാട് കൈമാറപ്പെട്ടു. അഭിനന്ദന് എന്തെങ്കിലും സംഭവിച്ചാൽ പാകിസ്ഥാൻ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുമെന്ന സന്ദേശം വളരെ വ്യക്തമായിരുന്നു. ഇന്ത്യയുടെ ഈ ഭീഷണി പാക് ഭരണകൂടത്തെ വല്ലാതെ ഭയപ്പെടുത്തി. അന്നത്തെ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ യുദ്ധം ഒഴിവാക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിക്കാൻ പലതവണ ശ്രമിച്ചു. എന്നാൽ മോദി അതിന് വഴങ്ങിയില്ല. ഒരു രാത്രി മുഴുവൻ പാക് സൈനിക നേതൃത്വം ഉറക്കമില്ലാതെ ചെലവഴിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്ക, UAE, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളും ഇന്ത്യയുടെ ഭാഗം ചേർന്ന് പാകിസ്ഥാന്റെ മേൽ സമ്മർദ്ദം ചെലുത്തി. ജനീവ കൺവെൻഷൻ നിയമങ്ങൾ ലംഘിക്കപ്പെട്ടാൽ ഉണ്ടാകുന്ന ആഗോള ഉപരോധങ്ങളെയും പാകിസ്ഥാൻ ഭയന്നു. ഒടുവിൽ മറ്റു വഴികളില്ലാതെ പാകിസ്ഥാൻ പാർലമെന്റിൽ വെച്ച് ഇമ്രാൻഖാൻ ആ പ്രഖ്യാപനം നടത്തി. സമാധാനത്തിന്റെ അടയാളമായി ഞങ്ങൾ പൈലറ്റിനെ വിട്ടയക്കുന്നു. പക്ഷേ അത് സമാധാന പ്രേമം കൊണ്ടായിരുന്നില്ല, മറിച്ച് ഇന്ത്യയുടെ സൈനിക കരുത്തിനും ഇച്ഛാശക്തിക്കും മുന്നിലുള്ള കീഴടങ്ങലായിരുന്നു. മാർച്ച് 1 വൈകുന്നേരം വാഗ അതിർത്തി വഴി അഭിനന്ദൻ ഇന്ത്യയിലേക്ക് നടന്നുകയറി. തലയുയർത്തിപ്പിടിച്ച് നടന്ന ആ സൈനികന്റെ മുഖം ഓരോ ഇന്ത്യക്കാരന്റെയും അഭിമാനമായി മാറി. കേവലം 60 മണിക്കൂറിനുള്ളിൽ ശത്രുവിന്റെ തടവറയിൽ നിന്ന് ഒരു സൈനികനെ മോചിപ്പിക്കാൻ സാധിച്ചത് ഇന്ത്യയുടെ നയതന്ത്ര വിജയമാണ്. സൈനികവും രാഷ്ട്രീയവുമായ കരുത്ത് ഒരുപോലെ സമ്മേളിച്ചപ്പോൾ ലോകത്തിനു മുന്നിൽ ഇന്ത്യ പുതിയൊരു ചരിത്രമെഴുതി. ജയ് ഹിന്ദ്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.